പാണക്കാട് കുടുംബവും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലുമയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് ഒന്നും നീങ്ങാൻ പാടില്ല. ഹക്കീം ഫൈസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ മനസ്സിലാക്കിയ എന്റെ ശരിക്ക് കൂടിയാണ്. ഹക്കീം ഫൈസിയെ സംബന്ധിച്ച് നേരത്തെ നമുക്ക് അദ്ദേഹം ഈ തീരുമാനത്തിന് വിധേയനാകേണ്ട ആൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ തീരുമാനം വരുന്നതിന്റെ 4 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ എല്ലാ കക്ഷിക്കാരും അദ്ദേഹത്തിന്റെ കൂടെയുള്ള എല്ലാ കക്ഷിക്കാരുമായിട്ട് പൂക്കുളത്തൂർ കുഞ്ഞാപ്പു ഹാജിയുടെ വീട്ടിൽ വളരെ രഹസ്യമായി നിങ്ങൾ സമസ്തക്ക് വിധേയനായിക്കൊണ്ട് ഇവിടെ നിൽക്കണം അല്ലെങ്കിൽ ഈ സംഭവങ്ങൾക്ക് ആകെ തകരാറാവുമെന്ന് അദ്ദേഹത്തെ സംഘടനാ പ്രവർത്തന വിരുദ്ധനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ തീരുമാനം വന്നപ്പോ അതിന്റെ 4 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞതാണ് നിങ്ങൾ ഒന്ന് സമസ്തക്ക് വിധേയനാകണം. നിങ്ങൾ ഇതൊക്കെ നേടിയെടുത്തത് സമസ്തയുടെ കേന്ദ്രമായ വളാഞ്ചേരി മർക്കസിൽ വെച്ചാണ്. അവിടുത്തെ മുദരിസായിക്കൊണ്ടാണ് നിങ്ങൾ ഈ CIC മറ്റൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ സമസ്തക്ക് വിധേയനാണ്. സമസ്തക്ക് വിധേയനായിക്കൊണ്ട് ഏത് നല്ല വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുകയാണെങ്കിലും ഇൻഷാ അല്ലാഹ് അതൊക്കെ വളരാനും ഒക്കെ ഉള്ള അവസരമാണ് ഈ കേരളത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്തന്റെ തീരുമാനത്തിന് വിധേയ ആൾക്കാർക്കും ഇനിയും തിരിച്ചു വരാം. അങ്ങനെ എത്രയോ തിരിച്ചു വന്ന ആൾക്കാരുടെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹത്തെ മാനസികമായുള്ള